സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ പ്രത്യേകമായി ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ജലീൽ പറഞ്ഞിരിക്കുന്നത് ഒരു ചാനലിലൂടെ കാണാനിടയായി. PK ഫിറോസിന് 3,4 ലക്ഷം 4,4 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയുണ്ട്, അത് UAE-യിലാണ്. ശരി, അത് അഭിമാനിക്കുകയല്ലേ വേണ്ടത്? അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഒരു ജോലി എന്തായാലും മോഷ്ടിക്കുന്നതല്ലല്ലോ, നിന്നെ പോലെ കള്ളക്കടത്ത് നടത്തിയില്ലല്ലോ. PK ഫിറോസിന് ഒരു ജോലി കിട്ടിയെന്നാ, എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞ് PK ഫിറോസിന് ജോലി ചെയ്തൂടെ? ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്തൂടെ? ആരെ കമ്പനി ആയിക്കൊണ്ട് പോട്ട്, PK ഫിറോസ് ജോലി ചെയ്ത അത് ശമ്പളം വാങ്ങിച്ച് അത് PK ഫിറോസിന്റെ കഴിവ്. അല്ല നിന്നെ പോലെ കള്ളക്കടത്ത് നടത്തിയുന്ന, പിന്നെ അഴിമതി നടത്തിയുന്ന എന്നും പറഞ്ഞൊന്നും ആരും പറഞ്ഞില്ലല്ലോ. നീ ഈ ചെറ്റത്തരം പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? അപ്പൊ PK ഫിറോസ് ശരി ജോലി ചെയ്യുന്നു, അത് പോട്ടെ. അതിന് നീ ഈ നാട്ടുകാരുടെ വന്നിരുന്ന് പറയുന്നതിന് എത്രയോ പേര് എവിടെയെല്ലാം ജോലി ചെയ്യുന്നു. ഇപ്പൊ രാഷ്ട്രീയക്കാരനാണെങ്കിൽ എവിടെയെങ്കിലും ഏതൊരു കമ്പനിയിൽ ജോലി കിട്ടിയത് നല്ലത് തന്നെയാണ്. രാഷ്ട്രീയം കൊണ്ട് ജീവിക്കണ്ടല്ലോ. രാഷ്ട്രീയ ജീവിതമാർഗമാക്കിയ നിന്നെ പോലെയുള്ള ചെറ്റകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. PK ഫിറോസിന് ജോലി കിട്ടിയെങ്കിൽ കമ്പനി ജോലി ചെയ്യുന്നേ PK ഫിറോസ് ചെയ്യട്ടെ. അതിന് നിനക്കെന്താണ് കുഴപ്പം? നീ എന്താ എല്ലാവരുടെയും പിന്നെ അടങ്കലെടുത്തിരിക്കുകയാണ്? അതൊന്നും അല്ലല്ലോ. നിനക്കിതൊന്നും പറ്റിയതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നീ കുറച്ച് വിദ്യാഭ്യാസമുള്ള, നീ കോളേജ് ലെക്ചററായിരുന്ന, പ്രൊഫസറായിരുന്ന, നീ ഇപ്പൊ ഡോക്ടർ എന്നൊക്കെയാണ് പറയുന്നത്. നീ എന്താ തെണ്ടിത്തരമാണ് പറയുന്നത്? ഇത് നാട്ടിലെ കവലച്ചട്ടമ്പിമാര് പറയുന്ന രീതിയിലല്ലേ നീ സംസാരിക്കുന്നത്? ഇതൊന്നും നിനക്ക് ഭൂഷണമല്ല. ജലീൽ സൂക്ഷിച്ചോളണം കേട്ടോ. അപ്പൊ KT ജലീലിന് ഇപ്പൊ വട്ടളവിയിരിക്കുകയാണ്. തീർത്താ തീരാത്ത വട്ടാണിത്. ഇതൊരു സൈസ് രോഗമാണ്. കുറച്ച് നാളായി PK ഫിറോസിന്റെ വേക്കിലും തങ്ങന്മാരുടെ വേക്കിലും അവരുടെ കുറ്റവും കുറവും പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ് KT ജലീൽ. മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോയവനാണ് KT ജലീൽ. ഒരു മന്ത്രിസ്ഥാനമൊക്കെ കിട്ടി, കുറച്ച് നാൾ മന്ത്രിയായിട്ടൊക്കെ ഇരുന്ന് കയ്യിലിരിപ്പ് കൊണ്ടാണ് മന്ത്രി സ്ഥാനം പോയത്. ഇനിയും അതിന്റെ പക കെട്ടടങ്ങിയിട്ടില്ല. അതിന് മന്ത്രിസ്ഥാനം പോകാൻ കാരണം PK ഫിറോസും മുസ്ലിം ലീഗുമാണ്, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയാണ്? എന്താ തണ്ടിത്തരം പറയാണ് ഈ KT ജലീലിന്. KT ജലീലിന് വേറെ ഒരു ജോലിയില്ലേ? ഇപ്പൊ അടുത്ത് ജിദ്ദയിൽ വന്നിരുന്ന ഉംറ ചെയ്യാൻ വേണ്ടി മക്കത്ത് പോവാൻ, ഇവിടെ മക്ക പോയി ഉംറയൊക്കെ ചെയ്ത് വന്നിട്ട് വീണ്ടും പരദൂഷണമാണ് പറയുന്നത്. യമന്റെയൊക്കെ ഉംറ അള്ളാഹു സ്വീകരിക്കും? യമൻ എന്താണ് വട്ടാണ്? അവന് കുറച്ച് ബുദ്ധി ഉണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത്. വിദ്യാഭ്യാസം ഉള്ളവനല്ലേ, വിവരം ഉണ്ടെന്നാണ് കരുതിയിരുന്നത്. യാതൊരു വിവരമില്ലല്ലോ. നിന്റെ സഹോദരൻ മരിച്ചാൽ ആ ജഡം നീ തിന്നു, അതല്ലേ നീ കാണിക്കുന്നത്? അള്ളാഹു പറഞ്ഞിട്ടില്ലേ നിന്റെ അടുത്ത്? എല്ലാ മനുഷ്യർക്കുമായിട്ട് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ പരദൂഷണം പറയരുത്, ആളുകളെ പറ്റി ആവശ്യമില്ലാത്ത കുറ്റവും കുറവും പറയരുത്? 4-5 വർഷമായി സ്വർണ്ണക്കടത്തും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസ്, സ്വപ്ന സുരേഷും ഒക്കെ. അപ്പോൾ നിനക്ക് നീ ഇതിലെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ 6 വർഷം കഴിഞ്ഞിട്ടാണ് നീ ഖുർആനും